സിമ്പിളാണ്, പക്ഷേ മാസാണേ. വീഡിയോ തുടങ്ങുമ്പോഴേ എന്താ ഈ ഇലകൾ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പറയാം നമുക്ക്. ഇന്നത്തെ ഉച്ചയൂടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നാടൻ ഊണായിരുന്നു. ഞാൻ ഈ ചെത്തുന്ന മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ചപ്പി കഴിക്കുന്ന ഒരു ടേസ്റ്റ്, ഒരു അപാര ടേസ്റ്റാണ്. നമ്മൾ മലയാളികൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ് നമ്മൾ ചോറുണ്ണുമ്പം കൂടെ ഈ ഒരു മാങ്ങ സീസണിൽ ഈ നാട്ടുമാങ്ങ ഇങ്ങനെ ചപ്പി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ചോറ് കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ചപ്പി കഴിക്കുവാണേ. നിങ്ങളുടെ നാട്ടിൽ ചപ്പി കഴിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക്, നിങ്ങളുടെ നാട്ടിൽ ഏത് രീതിയിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പം നല്ല മത്തി മുളകിട്ടതും ദിൽ ലീവ്സിൻ്റെ തോരനും ശതകൂപ്പ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നല്ല മണമാണ് ആ ഒരു ഇലയ്ക്ക്. നമ്മളത് അരിയാനെടുക്കുമ്പം തന്നെ അതൊന്ന് മണത്ത് നോക്കണം, ഒരു പ്രത്യേക വാസനയാണത്. അപ്പോൾ ആ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ കറിയുടെ മത്തിയും പിന്നെ അതെല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ചിളക്കി ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. ഞാനൊരു മലയാളി ആയതുകൊണ്ട് എല്ലാ രീതിയിലും അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം തന്നെയാണിത്. പിന്നെ നത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു, നത്തോലി തോരൻ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞ നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ദിൽ ലീവ്സ്. അപ്പം ഞാനത് തണ്ടുൾപ്പെടെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ കുനുകുനാന്നാണ് അരിയുന്നത്. അപ്പം നമ്മൾ അരിയുമ്പം തന്നെ നല്ല മണമാണ്. ഈ ദിൽ ലീവ്സിൻ്റെ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പെരിഞ്ജീരകം, അതിൻ്റെ പെരിഞ്ജീരകം കുതിർത്തിട്ട് നമ്മൾ അതിൻ്റെ ഇല മുളപ്പിച്ച് കഴിയുമ്പം ഇതേ ദിൽ ലീവ്സിൻ്റെ കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ ഇത് നോക്കാം. ഞാൻ പിന്നെ അതിലേക്ക് ഒരു സവോള ഫുൾ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയതും വെളുത്തുള്ളി ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന എല്ലാം, അതായത് വെളുത്തുള്ളി, സവോള, പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ദിൽ ലീവ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ദിൽ ലീവ്സ് ഇട്ട് ജസ്റ്റ് അതിനെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. വാട്ടിയെടുത്തതിന് ശേഷം വാട്ടിയെടുക്കുന്നതിന് മുമ്പ് ഞാനൊരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പിടി തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ദിൽ ലീവ്സ് ആദ്യം ഇട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ഒരുപാട് അങ്ങനെ ഫ്രൈ ഒന്നും ആക്കണ്ട. ഒരുപാട് ടൈപ്പിലെ ഇലക്കറികൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ തോരൻ ഒരു പ്രത്യേക മണവും രുചിയുമാണ്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശതകുപ്പ ഞാനിത് ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ്. അവിടെ ലീവ്സ് എല്ലാം നമുക്ക് ഫ്രഷോടെ വേഗം തന്നെ കിട്ടും. ഈ പറയുന്ന സെപ്റ്റോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റ്, ഫ്ലിപ്കാർട്ട്, അങ്ങനെയൊക്കെ ആമസോൺ ഡെയിലി, അങ്ങനെ അതിലൂടെ നമുക്ക് ഫ്രഷായിട്ട് എല്ലാ ലീവ്സും കിട്ടും. അപ്പോൾ ഞാൻ സാധാരണ നാട്ടിൽ വരുമ്പം ഉമ്മിക്ക് നല്ല കൊറിയാണ്ടർ ലീഫും മിൻറ്റ് ലീഫ്, അതായത് മല്ലിയില, പുതിനയില, പിന്നെ ഫെനുഗ്രീക്ക് ലീവ്സ്, അതായത് മേഥി ലീവ്സ്, ഒട്ടുമിക്ക ലീവ്സും കൊണ്ടുവരും. അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞാൻ വന്നപ്പം ദിൽ ലീവ്സ് കൊണ്ടുവന്നത്. ഇത് തോരൻ വെച്ച് ഇത്രയും ടേസ്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തുമായാലും നല്ല ഐറ്റമാണ്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത് കൂട്ടി ഇന്നത്തെ ഉച്ചയൂണ് നല്ല ഗംഭീരമായിരുന്നു. നല്ല കുത്തരി ചോറും നത്തോലി ഫ്രൈയും നത്തോലി പറ്റിച്ചതും പിന്നെ മുളകിട്ട മത്തിക്കറിയും പിന്നെ ദിൽ ലീവ്സിൻ്റെ തോരനും പിന്നെ നമ്മുടെ മാങ്ങായും. ഈ തോരൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്